കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി എന്ന് ഈ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ബാർ തുറക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെ വിശ്വൻ കൊച്ചാട്ടൻ. കമ്മ്യൂണിസ്റ്റുകാർ പരസ്യമായിട്ട് മദ്യപിച്ച് 4 കാലിൽ വരാൻ പാടില്ല ജനങ്ങളുടെ മുമ്പിൽ. മാതൃകാപരം. പക്ഷേ പോഷകാഹാരം കഴിക്കാതെ സഖാക്കൾക്ക് ഓടി നടന്ന് കട പൂട്ടിക്കാനും രക്ഷാപ്രവർത്തനം നടത്താനും ഒക്കെയുള്ള എനർജി കിട്ടുമോ എന്നല്ലേ നിങ്ങളുടെ സംശയം? മദ്യപാന ശീലം ഉണ്ടെങ്കിൽ വീട്ടിൽ വെച്ചയക്കൂ. തീർന്നല്ല പരാതി. വേണമെങ്കിൽ കൂടെ കടിക്കാൻ 2-3 പരിപ്പോടെയും കൂടെ അങ്ങ് പർച്ചേസ് ചെയ്തോ. കാര്യം നമ്മുടെ നാട്ടിൽ മുഴുവൻ നമ്മൾ ബാറും ബെവ്കോ ഔട്ട്ലെറ്റുകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആരും കുടിക്കരുത്. കുടിച്ചാൽ തന്നെ 8 കാലിലോ 16 കാലിലോ ഒക്കെ വരുന്നതിനെ പറ്റി പാർട്ടി ദിനേശ് ബീഡി പുകച്ച് ആലോചിക്കും. പക്ഷെ ഒരു കാരണവശാലും 4 കാലിൽ വരരുത്. ഓടി ഇറങ്ങിയിട്ട് ബഹളം ഉണ്ടാക്കാൻ പാടില്ല, 4 കാലിൽ കാണാൻ പാടില്ല. വീട്ടിൽ കിടന്ന് എത്ര ബഹളം വേണേ ആയിക്കോ. അയലോക്കാരെ വെറുതെ വിടണ്ട. അവരുമായിട്ടും കലഹവോ കത്തിക്കുത്തോ എന്ത് വേണേ ആയിക്കോ. റീത്ത് വെക്കുന്ന കാര്യം കൊച്ചാട്ടനേറ്റ്. പക്ഷെ കള്ളു കുടിച്ചിട്ട് റോഡിലോട്ട് ഇറങ്ങില്ല. കാരണം കള്ളു കുടിച്ച് റോഡിൽ കിടന്നാൽ കൈയിട്ട് വാരാനുള്ള ശേഷി അത് ബാധിക്കും. പിന്നെന്തിനാ നാട് നീളെ പുതിയ കള്ളു ഷാപ്പുകൾ തുറക്കുന്നത്, ലൈസൻസ് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ പാവം ആ മുതലാളിമാർക്കും ഇവിടെ ജീവിച്ചു പോകണ്ടേ. നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും തുല്യ പരിഗണന നൽകി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ആ പാവം മുതലാളിമാരുടെ കണ്ണുനീര് കാണേണ്ടതും നമ്മളല്ലേ. കള്ളു കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും പണക്കാരന്റെ കമ്പനി കൂടാൻ പാടില്ല. നോട്ട് ദ പോയിന്റ്. പണക്കാരനുമായിട്ട് കമ്പനി കൂടിയാൽ ഒള്ളി പണം, നോ കള്ള്. അതിലും പല ചതികൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ടാണ് കൊച്ചാട്ടൻ കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഈ പണക്കാരനുമായിട്ട് പല ഇടപാടുകളും നടത്തിയേച്ച് അയാളുടെ കൂടെ കള്ള് കുടിച്ച് ബോധമില്ലാതിരുന്ന ഈ നടന്ന കാര്യങ്ങളെല്ലാം വല്ലയിടത്ത് റെക്കോർഡാക്കി വെച്ചാൽ പിന്നെ അതിന്റെ കേസ് നടത്താനും നാട്ടുകാരുടെ അടുത്ത് ബക്കറ്റ് പിരിവിന് പോകേണ്ടത് പാർട്ടിയല്ലേ. മനസ്സിലായില്ലേ? അല്പസ്വല്പം മിനുങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതൊരു ശീലമാക്കരുത്. ഇതാണ് CPI അംഗങ്ങൾക്കുള്ള പുതിയ പെരുമാറ്റച്ചട്ടത്തിലെ പരാമർശം. ഈ പെരുമാറ്റച്ചട്ടമൊക്കെ എഴുതി പ്രദർശിപ്പിച്ചാൽ അത് വായിക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് പ്രധാന സംശയം. അതെന്തേലും ആട്ടെ പോട്ടെ. നാട്ടുകാരെ മിനുക്കി പോക്കറ്റ് നിറയ്ക്കേണ്ടവർ പരിധിക്കപ്പുറം മിനുങ്ങാൻ പാടില്ല എന്നാണ് കവി ഇവിടെ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോ ചെറുതായിട്ട് നിങ്ങൾ മിനുങ്ങിയാലും മിനുങ്ങിന് ശേഷം ഒരു വിപ്ലവഗാനം കമ്പൽസറി ആയിട്ട് പാടണം. പാർട്ടിയുടെ അന്തസ്സിനെ കളങ്കം വരുത്തും വിധം പെരുമാറാനോ പാടില്ല. പാർട്ടിയുടെ അന്തസ്സിന് കളങ്കം വരുത്തരുത്. 2025 കേട്ട ആദ്യ നിലവാരമുള്ള കോമഡിയായി ഇതിനെ പ്രഖ്യാപിച്ചോട്ടെ കൊച്ചാട്ടാ. ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും വ്യക്തി ജീവിതം കൊണ്ട് സമൂഹത്തിനാകെ മാതൃകയാകാനും പ്രവർത്തകരെ ഉപദേശിക്കുന്നുമുണ്ട്. ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പാർട്ടിയും സർക്കാരും സ്വീകരിച്ച സമീപനം പോലെയുള്ളവ മനസ്സിലായില്ലേ? അത്തരം ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തി തന്നെ പിടിക്കണം. താഴെ ഇട്ടുപോയാൽ ഔട്ടാവും. പിന്നെ വ്യക്തി ജീവിതം കൊണ്ട് സമൂഹത്തിന് ആകെ മാതൃകയാകുന്നത് എങ്ങനെയാണെന്ന് കണ്ടറിഞ്ഞ് പഠിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിയെയും ഈ മന്ത്രിസഭയും കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്നാൽ മതി. കേടായ മൈക്കിനെ കുത്തിയൊടിച്ച് ദേഷ്യം തീർത്ത മുഖ്യദാസൻ മുതൽ നിഷ്കളങ്കനായ എൻ്റെ മോൻ ഒരു സ്മോക്കല്ലേ എടുത്തുള്ളൂ എന്ന് ന്യായീകരിച്ച MLA ദാസി വരെ വ്യക്തിജീവിതം കൊണ്ട് സമൂഹത്തിന് മാതൃകയായവരാണ്. അങ്ങേയറ്റം മര്യാദയോടെയുള്ള സംസാര ശൈലിക്ക് MM മണിയെയും സംസ്കാര സമ്പന്നമായ പെരുമാറ്റം പൊതു ഇടങ്ങളിൽ കാഴ്ചവെക്കുന്നതിൽ V ശിവൻകുട്ടിയെയും യുവാക്കളെ സദ്ഗുണ സമ്പന്നരാകാൻ പ്രേരിപ്പിക്കുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയെയും എല്ലാം ഇക്കാര്യത്തിൽ നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. അങ്ങനെ മാതൃകയാക്കുന്നതോടെ എല്ലാം ശരിയാകും. LDF വരും, എല്ലാം ശരിയാകും.